നമുക്കിന്ന് അടിപൊളി ഒരു മീൻകറി വെച്ചാലോ. അയലക്കറിയാണ് വെക്കുന്നത്. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞ് വെക്കാം. അതിനുശേഷം 3 കൊടുമ്പള്ളി വെള്ളത്തിൽ നമ്മൾ ഇപ്പോഴേ കുതിർത്ത് വെക്കാം. ഓക്കെ. അതിനുശേഷം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻകറി വെക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക. കടുകിട്ടതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിടണേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കൊച്ചുള്ളി ചേർത്ത് അതൊന്ന് ഫ്രൈ പരുവാവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, 2.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം ഇത് മണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളം കൂടെ ഒഴിക്കുക. അതിനുശേഷം ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഓക്കെ. തിളപ്പിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് അയിലക്കുട്ടന്മാരെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പിന്നെ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. നമ്മളൊന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇതൊന്ന് വെന്തെന്നറിയുന്നത് എണ്ണ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ആ സമയത്തേക്ക് വെന്ത് കാണും. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് വെക്കുക. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.